ഹലോ ഗായ്സ്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന സംഭവമാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ച് നടന്ന സാധനമാണിത്. അപ്പോൾ വിചാരിച്ചു ഇന്നൊരു നല്ല ദിവസം കണ്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞങ്ങൾ ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിത് അവിടെ കോഴിമുട്ടയുടെ അടിയിലൊരു ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പേപ്പർ റോള് വെച്ച് കൊടുക്കാം കേട്ടോ. അത് ഞാൻ അതിൻ്റെ സൈസിലാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. നമുക്ക് വേണ്ട സൈസിൽ വെട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കത് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുക്കാം ഗൈസ്. അപ്പം നമുക്കിത് ഒട്ടിച്ചിട്ട് കാണാവേ. അങ്ങനെ ഗൈസ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ആ തണ്ടിന് കളർ കൊടുക്കണമല്ലോ. തണ്ടിനല്ല, മൊത്തത്തിൽ കളർ കൊടുക്കണം. അപ്പം തണ്ടിന് നമുക്ക് കളർ കൊടുക്കണമല്ലോ. അപ്പം ഞാനിവിടെ കളർ കൊടുക്കാൻ പോകുന്നത് കൊടുക്കുന്ന കളറ് ഗ്രീനാണ് കേട്ടോ. അപ്പം നമുക്കിത് ഇവിടെ കളറ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പം നമുക്കിത് മൊത്തത്തിൽ കളർ കൊടുത്തിട്ട് കാണാം. അങ്ങനെ ഗൈസ് ഞാനിവിടെ മൊത്തത്തിൽ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തണ്ടിന് മാത്രം കൊടുത്താൽ ശരിയാവില്ലല്ലോ, നമ്മളെ മുട്ടയ്ക്കും കൂടി ഒന്ന് കൊടുക്കണമല്ലോ. അതാണല്ലോ കുറച്ചുകൂടി രസം ഉണ്ടാവുക. അപ്പം ഞാനിവിടെ മുട്ടയ്ക്ക് കൊടുക്കുന്ന കളറ് എന്ന് വെച്ചാൽ ഞാനിവിടെ പർപ്പിളാണ് കേട്ടോ ഗൈസ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഞാനവിടെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മുഴുവൻ കൊടുത്തിട്ട് കാണാം. അങ്ങനെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ 2 കോട്ടാക്കിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് ലീഫ് വെക്കണമല്ലോ. അപ്പം ഞാനിവിടെ ലീഫൊക്കെ വെട്ടി എടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ വീട്ടിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്കത് വെച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാൻ വെച്ചു. അപ്പോൾ വെക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അത് വെച്ചത്. അപ്പം ഞാൻ ഇതുപോലത്തെ 3 എണ്ണമാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഫ്ലവർ വേസിനൊക്കെ വെക്കുന്ന പോലത്തെ ഒരു സാധനമൊക്കെ ഇത് വെക്കണമെങ്കിൽ ഒരു പാത്രമൊക്കെ വേണമല്ലോ. അപ്പം നമുക്ക് അത് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഗൈസ് ഞാനിവിടെ കാപ്പിപ്പൊടിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ കുഞ്ഞു പാത്രത്തിൽ ഇതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അപ്പം ഇതിൻ്റെ മൂടിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ തെർമാക്കോൾ ഞാൻ പീസാക്കി ഇതിൻ്റെ ഈ ഒരു അളവിൽ ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കളറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. അങ്ങനെ ഇതുപോലത്തെ 4 എണ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പൂവൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി രസമുണ്ടാവും. അപ്പം ഞാനങ്ങനെ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനതിൽ ഒന്നിൽ ഞാൻ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, 3 എണ്ണം. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ടാക്കിയ സാധനം അതിൽ വെക്കുമ്പോൾ സേഫായിട്ട് നിൽക്കും. അങ്ങനെ ഗൈസ് ഞാൻ പാത്രത്തിൽ മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ സാധനം അതിലേക്ക് വെച്ചെടുത്തിട്ട് കാണാം. അങ്ങനെ ഗൈസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ആ വെക്കുന്ന